എന്റെ ദൈവമേ, എന്നൊന്നും ഇതിനകത്ത് കയറിയിരുന്ന് സ്റ്റീറിംഗും പിടിച്ച് ഓടിക്കാൻ പറ്റുമോ? നിങ്ങൾക്കറിയാവോ, എട്ടെടുക്കാൻ പഠിപ്പിക്കാന്നും പറഞ്ഞ് 8 വർഷമായി 8ന്റെ പണി തന്നോട് ഒരു പുള്ളിക്കാരൻ പിടിച്ചിരുത്തി. ഹലോ, ആ സാറേ, സാറേ, ഓക്കെ. അയ്യോ ആശാനേ, ആശാനേ, ഒത്തേന്നും പറഞ്ഞ് വീണല്ലേ? അല്ല, ഞാനേ ഈ വണ്ടിയുടെ അടിയിൽ വാട്ടർ ടാങ്ക് പൊട്ടിക്കിടപ്പുണ്ടോ എന്നൊരു സംശയം. വീണതാന്ന് സമ്മതിക്കരുത്. അപ്പോഴും വീണതാന്ന് സമ്മതിച്ച് ഞാൻ എന്റെ ചമ്മല് നീ മാറ്റുമോ? എന്റെ ആശാനിപ്പം ചമ്മാൻ പോവാ. വിജിലൻസിന്ന് വിളിച്ചേക്കണം. വിജിലൻസിന്നോ? ആ, ഇവിടുത്തെ പേപ്പറുകളെല്ലാം ഓക്കെ അല്ലേ, പിന്നെ എന്താ പ്രശ്നം? ആൾക്കാർക്ക് മുഴുവൻ ലൈസൻസ് എടുത്തു കൊടുക്കുന്ന ആശാൻ ലൈസൻസ് ഉണ്ടോ? അതില്ല. ചിലപ്പോ അത് അറിഞ്ഞിട്ടുണ്ടാവും. നിന്നോട് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നീ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയാൻ പാടില്ല, എങ്ങനെ അറിഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാ ചെയ്യണപ്പേ? അവര് വിളിച്ചിട്ട് പറയാണേ ഈ എടുത്തു വെച്ചേക്കാൻ പറഞ്ഞു. ആണോ? എടാ, ഇനിയിപ്പോ പെട്ടെന്ന് എനിക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ സംഗതി കേസ് വേറെ ആകും. നമുക്ക് വേറെ സ്ഥലത്ത് പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്ന വല്ല സ്ഥലം ഉണ്ടോ? ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകണം. ഏത് നമ്പറിൽ നിന്ന് വിളിച്ചേ? നമ്പറിൽ നിന്ന് വിളിച്ചത് നീ നമ്പറിൽ നിന്ന് വിളിച്ചേ? ആണോ? നീ അങ്ങോട്ടൊന്ന് വിളിച്ചേ. അങ്ങോട്ടൊന്ന് വിളിച്ചേ. അടിക്കണ്ട്. ഹലോ സാറേ, അതെ, ഞാനാ. ആണോ? അത് ശരി. ഓക്കെ ഓക്കെ. നീ എന്നാ പറഞ്ഞേ? നീ എന്തെന്നാ പറഞ്ഞേ? ഞാൻ എന്നാ പറഞ്ഞേ? വിജയന്റെ ലൈസൻസ് എടുത്ത് വെച്ചേക്കണേ എന്ന് ചോദിച്ചതിന് വിജിലൻസ് വിളിച്ചു എന്ന് പറഞ്ഞ ഇവനെ കൊല്ലണ്ട. ഇവനെ 8 വർഷമായിട്ട് എനിക്ക് പണി തന്നിട്ട് ഇപ്പൊ എന്നെ തല്ലുകയും ചെയ്തില്ല. എടാന്നോ? അയ്യേ ആശാനെ, നിന്നെ ഞാൻ ഇന്ന് ഇടിക്കരുത്. ഇടിക്കരുത്. ഞാൻ ആശാനാ. നീ ആശാൻ? ഞാൻ നിന്റെ ഭാര്യയല്ല, ഞാൻ നിന്റെ ആശാനാ. അല്ല, ഇതേ കളരിയാണോ അതോ ഡ്രൈവിംഗ് സ്കൂളാണോ? കളരിയ അല്ല, ഡ്രൈവിംഗ് സ്കൂളാ. ഡ്രൈവിംഗ് സ്കൂളാണല്ലേ? പിന്നെന്താ നിങ്ങൾ ഇവിടെ താഴെ കിടന്ന് തല്ലുകൂടുന്നേ? രണ്ടുപേര് ബൈക്കിൽ പോയിട്ട് ആക്സിഡന്റ് പറ്റുവാണെങ്കിൽ എങ്ങനെ എഴുന്നേക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ എല്ലാം പഠിപ്പിച്ചു കൊടുക്കൂടല്ലേ? ഇവിടെ എല്ലാം പഠിപ്പിക്കും. സാറേ, എന്തോ എൽദോയോ? അവനല്ല എൽദോ, ഞാനാ എൽദോ. അല്ല, ഞാനാ സാറ്. മാഷേ, ഞാനിപ്പോ വന്നേന്ന് വെച്ചാലേ എന്റെ ഭർത്താവ് 5 വർഷമായിട്ട് ഗൾഫിലാ. എനിക്കാണെ കുട്ടികളും ഇല്ല. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അല്ല, ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ കുട്ടികളുണ്ടാവുന്ന ആരാ പറഞ്ഞു? അയ്യോ, അങ്ങനല്ല. എനിക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ഞാൻ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുവാ. ആണോ? അയ്യോ, എന്താ പറയണ്ടേ, ഇവിടെ മൊത്തം എന്റർടൈൻമെന്റ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ സിങ്ക് ആവും. അങ്ങനെയാണെങ്കിൽ ഇതിക്ക് മുമ്പ് എന്തെങ്കിലും ഓടിച്ചിട്ടുണ്ടോ? ഞാൻ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൈസൻസ് എടുക്കാൻ എളുപ്പമായിരിക്കും. ആണോ? എന്താ ഓടിച്ചേ? കോഴീനെ, പട്ടിനെ, ആടിനെ ഒക്കെ ഓടിച്ചിട്ടുണ്ട്. അയ്യോ, കോഴീനെ, പട്ടീനെ, ആടിനെയോ? അതൊക്കെ പോട്ടെ. സിഗ്നലുകളാണ് ഡ്രൈവിംഗിൽ പ്രാധാന്യം. അപ്പൊ ഞാൻ സിഗ്നലുകൾ കാണിച്ചു തരാം. ഞാനിപ്പോ ഒരു സിഗ്നൽ കാണിക്കും, അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പറയണം. എന്താണ് ഈ സിഗ്നൽ? ചേട്ടൻ വന്നിട്ടുണ്ട്, പോയിട്ട് പിന്നെ വാ. അതല്ലേ? എന്റെ ദൈവമേ, ഇത് കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്ന് വീണേക്കണേ. ഞാൻ കസറും. പിന്നെ എനിക്ക് വേറൊരു സിഗ്നൽ അറിയാം. ഇതെന്നാ? ഇത് ഐ, ഇത് ലവ്, ഇത് യു. അങ്ങനെയാണെങ്കിൽ അയ്യോ, എന്നോടോ? അല്ലല്ല, ഐ ലവ് യുന്റെ ചില്ല ഓക്കെ അല്ലേ? അതായത് മറ്റേ ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, പിന്നെ സ്റ്റിയറിംഗ്. ഒരെണ്ണം കൂടെ വിട്ടുപോയി. അത് ഞാൻ വിട്ടുപോയി. ഈ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ ഒരു മിറർ ഇരിപ്പുണ്ട്. അത് എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നതാണെന്ന് അറിയാമോ? എന്നെ പരീക്ഷിക്കുമല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാൻ. നമ്മള് ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ണാടിയുടെ മുന്നിൽ ഒന്ന് നോക്കാൻ മറന്നു. അപ്പൊ അതിനകത്ത് കയറി കെട്ടി ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിട്ടല്ലേ?
ലെഫ്റ്റിൽ ഇടാനാണ് റൈറ്റിലെ മിറർ. എടി പെണ്ണുമ്പളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. റൈറ്റിൽ കൂടെ വണ്ടി വരുന്നുണ്ടോന്ന് അറിയാനാ. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തലയ്ക്ക് മേളിൽ ഒരു മിറർ വെച്ചിട്ടുണ്ട്. അതെന്തിനു വെച്ചേക്കണെന്ന് അറിയാം? അതെനിക്കറിയാം. അതെങ്കിലും ഒന്ന് അറിയാലോ. പറ, അന്ന് കേക്കട്ടെ. ഡ്രൈവർക്ക് പുറകെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ വായി നോക്കാൻ. എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാ വന്നേക്കണേ അല്ലേ? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, വണ്ടി എങ്ങനെ പുറകോട്ട് എടുക്കുന്ന അറിയോ? ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് ഇങ്ങനെ തലയിരിക്കുമ്പോ വാഴ ആടറ. ഞാൻ ആശാൻ. മാഷേ കേറി പഠിപ്പിക്കാൻ നോക്കി. വാ അകത്തേക്ക് വാ. അയ്യോ, ഇത് മാഷിന്റെ ആണേ കിടക്കുന്നേ. എന്നതാ? 2 ചെരുപ്പ് കമത്തിയിട്ടേക്കുന്നു. അയ്യോ, അത് ആക്സിലേറ്ററാ. അപ്പുറത്തേക്ക് വാ. അപ്പുറത്ത് വരണം. അപ്പുറത്ത് വേണം. മാഷെ എന്നെ ഹെൽപ്പ് ചെയ്യൂ. ഓ, എന്റെ ലെഗ്സ് ചവിട്ടി കയറി. ഞാനും പിടിക്കട്ടെ മാഷേ? അയ്യോ, ചീറെങ്കിലോ പിടിക്കാൻ സമ്മതിക്കില്ല. ഇതല്ലേ മറ്റേ ക്ലച്ച്? ഇതോ? എല്ലാം അറിയാം. അപ്പ ഇതാണ് ക്ലച്ച് അല്ലേ? അത് ആക്സിലേറ്റർ. ഇപ്പുറത്തത് ബ്രേക്ക്. ഇത് ക്ലച്ച്. ഇതാണ് ഗിയർ. ഇതെങ്ങനെയാ മാഷെ തിരിക്കുന്നേ? ഇതോ? ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് പറിച്ചെടുക്കോ? അപ്പൊ ഇത് ആവശ്യമുള്ളടത്ത് ഈ പാട്ട് നിർത്തണ എന്തിനാ എന്റെ ദൈവമേ? അപ്പൊ മനസ്സിലായില്ലല്ലോ? മനസ്സിലായി. ഒന്നുകൂടെ പഠിപ്പിക്കണമെങ്കിൽ ഒന്നുകൂടെ പാട്ടിടാം. വേണ്ട, എനിക്ക് ഇന്ന് ഇത്രയും മതി. മതിയോ? എന്നെ ഹെൽപ്പ് ചെയ്യോ? അയ്യോ, വീണേനെ. വീണ് കഴിഞ്ഞാൽ ആരും പിടിക്കാണ്ടാവൂല. അതാ ഭർത്താവ് ഗൾഫിലാന്നല്ലേ പറഞ്ഞേ? 5 വർഷമായിട്ട് ഗൾഫിലാ. എപ്പോഴും ബാങ്ക് അക്കൗണ്ട് കാശ് വരുന്നുണ്ട്. പുള്ളി അവിടെ നിന്നോട്ടെ. നിന്നോട്ടെ. നമുക്ക് ഏതായാലും ഇത്രയായി, ഇതുമായി നമുക്കിപ്പോ എപ്പോഴും കണ്ടോണ്ടിരിക്കാം. മാഷെ, വേറൊരു കാര്യമുണ്ട്. എന്ത് സംഭവം ഞാൻ പെട്ടെന്ന് അങ്ങ് പഠിക്കും. പിന്നെ ഞാൻ എങ്ങനെ എന്ത് പേര് പറഞ്ഞ് ഇങ്ങോട്ട് വരും? എന്ത് ചെയ്യുന്ന? ഞാൻ സ്ലോവിലങ്ങ് പഠിപ്പിച്ചാലോ? എന്നാലും ഞാൻ പെട്ടെന്ന് പഠിക്കും മാഷേ. എന്ത് ചെയ്യോ? ഞാൻ കാര്യം പറയട്ടെ, എന്റെ വീട്ടിലൊരു മുത്തശ്ശനുണ്ട്. മുത്തശ്ശനെ ഇങ്ങോട്ട് വിടാം ഞാൻ. മുത്തശ്ശനാകുമ്പോ ഒരു 5 വർഷം നിന്നാലും പഠിക്കത്തില്ല. അപ്പൊ നമുക്ക് എന്നും കാണാം. നമ്മള് സിങ്ക് ആവുന്നു. ഓട്ടെ മാഷേ. ശരി, വിക്കട്ടെ. ഓട്ടെ. ഞാനാവില്ലേ ഈ ഒലിപ്പിക്കാനായിട്ട്? ഇത്രയും പ്രായമായില്ലേ ഒലിപ്പിക്കായിരുന്നു. എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന പെണ്ണിനെ നീ എന്റെ നേരെ വരുവാണോ? എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന പെണ്ണിനെ എനിക്ക് നോക്കാൻ പാടാന്ന് വെച്ചാ ഇവിടെ ആരും ഇല്ലേ? അയ്യോ, പിച്ചക്കാർക്ക് പ്രവേശനമില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ ഉന്തി തള്ളി ഇങ്ങോട്ട് കയറി വന്നത്? പിച്ചക്കാരനോ? ആരാണ് നീ പിച്ചക്കാരൻ വിളിച്ചേ? ഈ നിക്കണ പുള്ളിനെ? ഇത് തെണ്ടി. തെണ്ടിയോ? തെണ്ടിയല്ല, ടെൻഡിയില് എന്നെ മലയാളം പഠിപ്പിച്ച മാഷ. നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമോ. മാഷിനെ മനസ്സിലായില്ലേ? ഇല്ല, പിടികിട്ടിയില്ല. ഉപ്പും കല്ലയിൽ നിർത്തി കീറ നിക്കറിട്ടോണ്ട് നിന്ന് മുട്ടയിൽ നിർത്തി അടിച്ചില്ല എന്നെ ഒരു ദിവസം. തുമ്മാൻ പോവാണോ? തുമ്മാൻ പോയല്ലോ, ആലോചിച്ച ആണോ? ശശികല ടീച്ചറേയും സാറിനെ കൂടെ കൂടിയിട്ട് സ്റ്റാഫ് റൂമിൽ വെച്ച് ഞാൻ ഉച്ചക്കഞ്ഞി കുടിച്ചതിന് ശേഷം വന്ന് പിടിച്ചില്ലേ? ഇവരെ അറിയാവോ നിനക്ക്? പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കും 8 വർഷമായിട്ട്. പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനൊരു സംഭവം ഉണ്ടാക്കി. വിരുദ്ധനവൻ, ഭയങ്കര വിരുദ്ധൻ. ഞാൻ എല്ലാ പിള്ളേരോടും ചോദിച്ചു, നിങ്ങൾ പഠിച്ച് വലുതായാൽ നിങ്ങൾക്ക് ആരാകാനാ മോഹം? ഇപ്പൊ ചാടി എഴുന്നേറ്റിട്ട് പറയാ പൈലറ്റ്. പൈലറ്റോ? ഞാൻ പറഞ്ഞു നീ ഇങ്ങ് വന്നേ, ഈ പൈലറ്റ് എന്ന് ബോർഡിൽ ഒന്ന് എഴുതിക്കേന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് ചോക്കും മേടിച്ചോണ്ട് പോയിട്ട് ഇവനൊരു ഒറ്റ എഴുത്ത്, ഫൈൽസ്. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വയസ്സാം കാലത്ത് എനിക്കൊരു മോഹം. ഇതാ സൈസുള്ള മാട്ട ലോഡ്ജൊന്നും ഇല്ലട്ടത്. നിങ്ങളുടെ മോഹം തീർക്കാൻ വേണ്ടി നിങ്ങളോടാണ് വന്നേ? വേറെ വല്ലോടത്തും പോകും? അയ്യോ, അതല്ലെന്ന്, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ഈ പ്രായത്തിലോ? ഞാൻ പഠിപ്പിക്കും മാഷിനെ. നീ എന്റെ മാഷാകണം. മാഷാകത്തേക്ക് കയറിക്കേ. അത്തേക്കോ? വലതുകാലി വെച്ച് കയറാല്ലേ? അല്ല, തലയും കുത്തി അങ്ങ് കയറാൻ. അസുഖമൊക്കെ ഓർത്ത് വേണം കയറാൻ.
ഉയ്യോ. മറ്റേ ആ ഇരിക്കുന്നുണ്ടോ? അതെന്നാ? അതാണ് ആക്സിലേറ്റർ. ആക്സിലേറ്റർ. ആ ആ. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറേക്ക് കണ്ടോ? ആ. അത് ബ്രേക്ക്. ബ്രേക്ക്. അതിന്റെ തൊട്ടിപ്പുറേക്ക് കണ്ടോ? ഉവ്വ. അതാണ് ക്ലച്ച്. ക്ലച്ച്. ആ ആഹാ. ദേ ഇത് ഗിയർ. ഇത് ഗീറ്. ആ ഇതാണ് സ്റ്റിയറിങ്. സ്റ്റിയറിങ്. ഇത്രയേ ഉള്ളൂ ഡ്രൈവിങ്. ഇത്രേ ഉള്ളോ? ഇത്രയേ ഉള്ളൂ ഡ്രൈവിങ്. സത്യം? ഇത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. ഹലോ എടി. ആ എല്ലാം കിട്ടി കേട്ടോ. റെഡി ആയിട്ടുണ്ട്. നീ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടോ? ഞാൻ വണ്ടിയായിട്ട് അങ്ങ് വരാം. ആ ആയിക്കോട്ടെ ശരി. ഇത് ഗിയറാണല്ലോ. ഇറാണ്. ആ ഇത് ദേ ഇത് ഇത് ഫസ്റ്റ്. ആ. ഇത് സെക്കൻഡ്. ആ. ഇത് തേർഡ്. ആ. ഇത് ഫോർക്ക്. അല്ല ഓർക്കോ? അല്ല ഫോർത്ത്. ഇത് റിവേഴ്സ്. കേട്ടാ? റിവേഴ്സ്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, റിവേഴ്സ്. ഓ ഇനി ഫസ്റ്റ് എങ്ങോട്ടാ വേണ്ടേ? ഫസ്റ്റ് നമുക്ക് ഗുരുവായൂരുള്ള എൻ്റെ മോളുടെ അടുത്തേക്ക് പോവാം. അല്ല ഫസ്റ്റ് എങ്ങോട്ടാ പോകണം? നമുക്ക് ആദ്യം കയറുന്ന സമയം എൻ്റെ മോളുടെ അടുത്തേക്ക് അങ്ങ് പോകാം. ഞാൻ എന്തെന്നാ പറയേണ്ടത്? ഒരു കൂള്. ഞാൻ മാഷായി പോയിട്ടോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ആദ്യം ഞാൻ പഠിപ്പിക്കാം. ഹലോ 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 മാഷേ. മാഷെ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ഓരേ എനിക്കങ്ങ് മാഷിനെ കാണാഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യ മാഷേ. എനിക്കും. ആണോ? ഞാൻ വരട്ടെ മാഷേ? അല്ല ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തോ മാഷേ? ഇവിടെ ഒരു കിളവൻ വന്നിട്ടുണ്ടേ. ആ പുള്ളിനെ ഒന്ന് ഒഴിവാക്കണം. ഒരു കുഴപ്പമില്ല, ഞാനത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കോളാം കേട്ടോ. ഞാൻ വരുവാ മാഷേ. ശരി 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 ശരി. ആ ഇത്രേ ഉള്ളോ? ഇത്രേ ഉള്ളു സംഭവം. ഇത്ര ഉള്ളോ? നന്നാ കുറച്ചും കൂടെ കൊടുക്കടാ. പഠിപ്പിച്ചാ? വാ. ഇതാരാ? ശിക്കാരി ശമ്പു ആണോ? ഇതോ? വാ ഇറങ്ങി വാ. ഇതേ നല്ല രീതിയിൽ പഠിച്ചാലാണ് എന്റെ സംഭവം മനസ്സിലാവുള്ളൂ. ഇതാരാന്ന് പറഞ്ഞേ? ശിക്കാരി ശമ്പു. ഇത് ശിക്കാരി ശമ്പു. ഇതാ അത് കാറ് വരച്ചിട്ട് വെട്ടിക്കളഞ്ഞത്. തെറ്റിപ്പോയിട്ട്. ഇത് ഇത് ബേക്കറി ഐറ്റം, സമൂസയും ജെയിംസ് മിഠായി സംഭവം. ചില സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ വടി എടുത്തടാ. ആ വടി എടുത്തേ. ചില സാധനങ്ങളൊക്കെ നമ്മളെ ചെയ്യരുത്. ചെയ്യരുത്. അത് ചെയ്യും. ഞാൻ പഠിച്ചോളാം. ശശീന്ദ്ര, ചില കാര്യങ്ങള് പഠിച്ചാലുണ്ടല്ലോ ശശീന്ദ്ര മറന്നു പോകാൻ കൊണ്ട് തല്ലി പഠിക്കണം. അയ്യോ ശിക്കാരി ശമ്പു എന്റെ അച്ഛന്റെ ഇരട്ടപ്പേര് വിളിച്ച് കളിയാ കൊലടാ റാസ്കൽ. ഈ സാധനം ഒന്ന് പൊളിച്ചു കളയാൻ പെട്ടെന്ന് വരാൻ വേണ്ടി. പക്ഷെ എന്റെ മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നിട്ട് എന്തേ? അയ്യോ അയ്യോ എന്റെ മുത്തശ്ശന്റെ ശബ്ദം. അയ്യോ മുത്തശ്ശൻ എന്തേ? മുത്തച്ഛൻ വന്നില്ലായിരുന്നല്ലോ. മുത്തശ്ശൻ വന്നായിരുന്നു. ഇല്ല. അയ്യോ എന്റെ മുത്തശ്ശൻ. അയ്യോ അയ്യോ മുത്തശ്ശൻ. അയ്യോ എഴുന്നേക്ക് മുത്തശ്ശൻ. മുത്തച്ഛൻ. എഴുന്നേക്ക്. ഇതെന്ത് പറ്റി? ഞാൻ മുത്തച്ഛനെ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി വണ്ടിയുടെ അടി കയറ്റി വിട്ടേക്കും. അയ്യോ എന്റെ മുത്തശ്ശൻ. എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ മുത്തശ്ശൻ. അയ്യോ എഴുന്നേക്ക് മുത്തശ്ശ. അയ്യോ എന്റെ പൊന്നു മുത്തശ്ശ. ഒന്ന് പിടിക്കണോ മുത്തശ്ശ? ഞാനേ എന്റെ ഭർത്താവിന് വോയിസ് ക്ലിപ്പ് വരെ അയച്ചു വാട്സാപ്പില്. നിങ്ങളോട് താമസിക്കാൻ ഇഷ്ടമില്ല, ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലെ സാറിന്റെ കൂടെ ഇറങ്ങി പോവാന്ന്. ഞാൻ എങ്ങനെ തിരിച്ച് മുന്നോട്ട് കയറി? നമുക്കതൊരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, ഇനി എനിക്ക് നിങ്ങളെ വേണ്ട. എന്റെ പൊന്നുപോലെ നോക്കി എന്റെ മുത്തച്ഛനെ ഇടിച്ചില്ല. അതെ പോവാണോ? എല്ലെടുക്കണ്ടായോ? അത് മുഴുവൻ ഇടിച്ചൂരി എടുത്തില്ലടാ പ്രാന്ത.